കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബിന്റെ 2026-27 വർഷത്തേക്കുള്ള ഭാരവാഹികൾ ചുമതലയേറ്റു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ RK മാൾ ഓഡിറ്റോറിയത്തിലാണ് സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചത്. കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബിന്റെ പുതിയ പ്രസിഡന്റായി റാഷിദ് പെരുമ്പളയും സെക്രട്ടറിയായി കൃഷ്ണനുണ്ണി സിയും ട്രഷററായി ലത്തീഫ് ടോട്ടോമാളും ചുമതലയേറ്റു. മീറ്റിംഗ് കാൾ ടു ഓർഡറോടെയും ദേശീയ ഗാനത്തോടെയുമാണ് കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബിന്റെ 2026-27 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിന് തുടക്കമായത്. തുടർന്ന് ലയൺ സനൂജ് BM ഫ്ലാഗ് സല്യൂട്ടേഷൻ നിർവഹിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി റാഷിദ് പെരുമ്പളയും സെക്രട്ടറിയായി കൃഷ്ണനുണ്ണി സിയും ട്രഷററായി ലത്തീഫ് ടോട്ടോമാളും ചുമതലയേറ്റു. ഫസ്റ്റ് വൈസ് പ്രസിഡന്റായി ബഷീർ കുഞ്ചാറും സെക്കൻഡ് വൈസ് പ്രസിഡന്റായി ലത്തീഫ് ചായ്ക്കഥയും ജോയിന്റ് സെക്രട്ടറിയായി റയീസ് അറേബ്യനും ചുമതലയേറ്റു. ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് ലയൺ വേണുഗോപാൽ MJF പുതിയ ഭാരവാഹികളുടെ ഇൻസ്റ്റാളേഷൻ കർമ്മം നിർവഹിച്ചു. നിങ്ങളുടെ ജീവിതം മാറണം. നിങ്ങളുടെ ജീവിതം മാറുന്ന ആളുകൾ ചോദിക്കും, നീ ഇപ്പൊ ആകെ വ്യത്യാസമുണ്ടല്ലോ, നീ സംസാരിക്കുന്നതിന് വ്യത്യാസമുണ്ടല്ലോ, നീ ഇടപെടുന്നതിന് വ്യത്യാസമുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ ലയൺ മെമ്പറാണ്. ലയണിസം അത് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇടപെടാൻ അറിയണം, സംസാരിക്കാൻ അറിയണം, വേഷം ധരിക്കാൻ അറിയണം. ഇതൊക്കെ നമ്മൾ ഇതിലൂടെ പഠിക്കുകയും ചെയ്യുന്നത്. അതൊന്നും പഠിക്കാതെ വെറുതെ നമ്മൾ ഒരു വർഷത്തെ ചെലവ് ഒരു ലയൺ മെമ്പറായ മിനിമം 10,000 ചെലവും. എവിടെ പോയാലും ഇദ്ദേഹത്തിന്റെ സാധനമുണ്ട്. അതിഗംഭീരമായി ഈ ക്ലബിനെ നയിക്കാമെന്ന് വാക്ക് തന്ന പ്രസിഡന്റിനെ, പ്രിയപ്പെട്ട റാഷിദിനെ കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബിന്റെ 26-27 വർഷത്തെ പ്രസിഡന്റായി പ്രഖ്യാപിക്കുന്നു. മെമ്പർഷിപ്പ് ചെയർമാനായി അമീൻ നായന്മാർ മൂല, സർവീസ് ചെയർമാനായി മുൻസിർ ആരമന, PROയായി മഷൂദ് മദീന എന്നിവർ ചുമതലയേറ്റു. അഷ്റഫ് അലി അച്ചു IPP ആൻഡ് LCIF കോർഡിനേറ്ററായും ചുമതലയേറ്റു. ബോർഡ് ഡയറക്ടേഴ്സായി ദിൽഷാദ് MJF സിറ്റി ഗോൾഡ്, റഹീം MJF സുൽത്താൻ ഗോൾഡ്, ആസിഫ് മാളിക MJF, ഖലീൽ മദീന, ഷഫീഖ് ബെൻസർ, കാസിം ബ്രാൻഡ്, സനൂജ് BM, നാസർ തോട്ടത്തിൽ, തസ്ലീം ഐവ എന്നിവരും ചുമതലയേറ്റു. അംഗങ്ങളായ ഹാരിസ് തൊക്കു, ഫസൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചുമതലയേറ്റെടുത്ത പുതിയ പ്രസിഡന്റ് ലയൺ റാഷിദ് പെരുമ്പള ക്ലബിന്റെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ഇന്ന് അതേ ക്ലബിന്റെ പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുമ്പോൾ വളരെയധികം ഉത്തരവാദിത്തത്തോടുകൂടിയാണ് ഞാൻ കാണുന്നത്. ഈ കാലയളവിൽ ഈ പ്രദേശത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ, പ്രവർത്തനങ്ങൾ ശ്രദ്ധ പിടിച്ചു പറ്റാൻ നമ്മുടെ ക്ലബിന് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ശ്രദ്ധ പിടിച്ചു പറ്റുന്ന സേവനം കൊണ്ട് ഈ പ്രദേശങ്ങളിൽ നമ്മുടെ ക്ലബിന് സാധിച്ചിട്ടുണ്ട്. മുൻകാല പ്രസിഡന്റുമാരായ ദിൽഷാദ്, ആസിഫ് മാളിക, റഹീം സുൽത്താൻ, അഷ്റഫ് അലി അച്ചു എന്നിവരുടെ നേതൃത്വത്തിൽ ക്ലബ് മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ് വിചാരിക്കുന്നു. കാരണം ഈ വർഷം നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ് നമ്മുടെ ഡിസ്ട്രിക്ട് തിരഞ്ഞെടുപ്പുള്ളത്. ആദ്യമായി എന്നെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ച എൻ്റെ എല്ലാ മെമ്പർമാരോടും ഞാൻ ഹൃദയം കൊണ്ട് നന്ദി പറയുന്നു. പൂർണ്ണ ഉത്തരവാദിത്തം കൂടി കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബിൽ പ്രസിഡന്റ് സ്ഥാനം ഞാൻ ഏറ്റെടുക്കുകയും ചെയ്തു. ഒരുപാട് വാഗ്ദാനങ്ങളൊന്നും ഞാൻ നൽകുന്നില്ല. എന്നാലും നമ്മുടെ ക്ലബിൽ അഭിമാനമായ പദ്ധതികൾ എല്ലാവരുടെയും സഹകരണത്തോടെ നടപ്പാക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. മുൻ പ്രസിഡന്റ് ലയൺ അഷ്റഫ് അലി അച്ചു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പുതിയ സെക്രട്ടറി ലയൺ കൃഷ്ണനുണ്ണി സി ചീഫ് ഗസ്റ്റിനെ പരിചയപ്പെടുത്തി. ലയൺ ദിൽഷാദ് MJF സ്വാഗത പ്രസംഗം നടത്തി. വൈസ് പ്രസിഡന്റ് ലയൺ ലത്തീഫ് ചായ്ക്കഥ റിപ്പോർട്ട് അവതരിപ്പിച്ചു. റീജിയണൽ ചെയർപേഴ്സൺ ലയൺ ശ്രീകണ്ഠൻ KN MJF, സോൺ ചെയർപേഴ്സൺ ലയൺ B കുഞ്ഞിക്കണ്ണൻ, മുൻ പ്രസിഡന്റുമാരായ ആസിഫ് മാളിക MJF, റഹീം MJF സുൽത്താൻ ഗോൾഡ് എന്നിവർ സംസാരിച്ചു. പുതിയ ട്രഷറർ ലത്തീഫ് ടോട്ടോമാൾ നന്ദി പറഞ്ഞു. തുടർന്ന് അത്താഴ വിരുന്നോടുകൂടി സ്ഥാനാരോഹണ ചടങ്ങ് സമാപിച്ചു.
സമൂഹത്തിൽ വേദനയനുഭവിക്കുന്നവർക്കും നിർധനർക്കും രോഗികൾക്കും കാരുണ്യസ്പർശമാകുന്ന പ്രവർത്തനങ്ങളുമായി പ്രയാണം നടത്തുന്ന കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബിന് പുതിയ ഭാരവാഹികളുടെ നേതൃത്വം പുതിയ കരുത്ത് പകരും. നിർധന രോഗികൾക്ക് സൗജന്യമായി പ്രഭാത ഭക്ഷണം ലഭ്യമാക്കുന്ന നോ ഹംഗ്രി പദ്ധതി, കാസർഗോഡിന്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ കായിക ബിസിനസ് പരിസ്ഥിതി രംഗത്ത് അവബോധം സൃഷ്ടിക്കുന്നതിനും വികസനം കൊണ്ടുവരുന്നതിനുമായുള്ള റൈസ് അപ്പ് കാസർഗോഡ് പദ്ധതി, കരിയർ ഗൈഡൻസ് ക്ലാസുകൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്കായുള്ള പഠന സഹായ പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബ്ബ് നടപ്പിലാക്കുന്നത്. ഡയാലൈഫ് ഹോസ്പിറ്റലിന്റെ സംയുക്ത സഹകരണത്തോടെ കഴിഞ്ഞ ദിവസം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബ്ബ് സംഘടിപ്പിച്ച പ്രീ ഡയബറ്റിക് മിനി ക്യാമ്പും ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.